ഹലോ നമസ്കാരം. ഇന്ന് ഫെഡ്സ്ട്ര നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന പുതിയൊരു വീഡിയോയുമായിട്ടാണ്. മറ്റൊന്നുമില്ല, അന്ന് ഡിസംബർ 11 ലോക പർവ്വത ദിനമാണ്. അപ്പോൾ ഈ പർവ്വത ദിനത്തിൽ ശരിക്കും നമ്മുടെ പർവ്വതങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം പർവ്വതങ്ങളും കുന്നുകളൊക്കെ തന്നെ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. ശരിക്കും എന്താണ് പർവ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് സാധാരണഗതിയിലുള്ള ഭൂപ്രദേശത്തിൽ നിന്നും ഒരുപാട് ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങൾ പർവ്വതങ്ങളെന്നും പറയൂലേ. പക്ഷേ ശാസ്ത്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ ശരിക്ക് ഭൂനിരപ്പിൽ നിന്നും സാധാരണഗതിയിലേക്കാൾ ശരിക്ക് 900 മീറ്ററെങ്കിലും ഉയരമുണ്ടെങ്കിലാണ് പർവ്വതം എന്ന് പറയുക. പക്ഷേ അതുപോലെ തന്നെ പർവ്വതവും കുന്നും രണ്ട് തരത്തിലാണ്. പർവ്വതങ്ങളും കുന്നുകളും ശരിക്കും 2 തരത്തിലാണ്. കാരണം ശരിയായ സാധാരണ ഭൂനിരപ്പിൽ നിന്നും ഞാൻ പറഞ്ഞല്ലോ 900 മീറ്ററെങ്കിലും ഉയരത്തിലുള്ള 900 മീറ്ററെങ്കിലും ഉയരമുള്ളൊരു പ്രദേശം. പക്ഷേ അതിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ശരിക്കും നോക്കുമ്പോൾ ഭൂരിഭാഗം ഭാഗങ്ങളും ചെങ്കുത്തായിട്ട് കാണണം എന്നൊക്കെയാണ് പറയുക. പർവ്വതങ്ങളും കുന്നുകളും തമ്മിൽ വ്യത്യാസം വെച്ചാൽ കുന്നുകൾ ശരിക്ക് നമ്മുടെ ഭൂനിരപ്പിൽ നിന്ന് 100 അടി ഉയരെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഡിസംബർ 11 പർവ്വത ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ശരിക്കും ഇന്നിൻ്റെ ഡിസംബർ 11 നമ്മൾ ശരിക്കും പർവ്വത ദിനം അങ്ങനെ ആചരിക്കുമ്പോൾ ശരിക്കും പർവ്വതങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടോ? കാരണം ശരിക്കും ദുരമൂത്ത മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പർവ്വതങ്ങളും കുന്നുകളൊക്കെ ഇടിച്ചിറക്കി നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ശരിക്കും നമ്മൾ ഒരു പർവ്വതത്തിനും കൂടി കടന്നു പോകുന്നത്. ഇതിപ്പോൾ വലിയ പാറ, അതുപോലെ ഭൂമിയുടെ ആണിക്കല്ലുകളായിട്ടുള്ള ഈ പാറകളും പർവ്വതങ്ങളൊക്കെ തന്നെ നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുരമൂത്ത മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് ഇല്ലായ്മ ചെയ്യുമ്പോൾ ശരിക്ക് ഒരു വല്ലാത്ത ഭീഷണി വരുന്ന തലമുറക്കെങ്കിലും ഉണ്ടാവും. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ ഓറോഗ്രഫി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതം നമുക്കറിയാമല്ലോ, എവറസ്റ്റാണ്. 8848 മീറ്ററാണ് എവറസ്റ്റിൻ്റെ ഉയരം. അപ്പോൾ ഈ തലത്തിലൊക്കെ പർവ്വതങ്ങളെക്കുറിച്ച് വലിയ പഠനവും ശാസ്ത്രശാഖയും ഒക്കെ നിലവിലുണ്ട്. പക്ഷേ അതൊക്കെ ഉണ്ട് എന്നല്ലാതെ പർവ്വതങ്ങളും കുന്നുകളും അതുപോലെ തന്നെ പാറകളും ഒക്കെ മനുഷ്യൻ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിലനിൽപ്പ് ഒരു ചോദ്യചിഹ്നമായി തന്നെ വരും. എന്തായാലും ഒരു പർവ്വത ദിനം കൂടി ഡിസംബർ 11 കടന്നു പോകുന്നു. നമുക്ക് ഇത് നിർത്താനുള്ള പോരാട്ടം തുടരാം. കണ്ടില്ലേ, ഇപ്പോൾ ഈ പർവ്വത ദിനത്തിൽ ശരിക്കും പർവ്വതദിനത്തെ ഓർക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ അപ്പോൾ ഇങ്ങനെ ഈ പർവ്വതമൊന്നും അല്ലല്ലോ, ഇപ്പോൾ ഇതൊക്കെ കുന്നാണ്. ഈ പാറക്കെട്ടിലൊരു കുന്നിലേക്ക് കയറി വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഒക്കെ ഇനിയൊക്കെ വരും കാലത്തേക്ക് ചിലപ്പോൾ ഇതൊരു സ്മരണയായി മാത്രം മാറും. കുട്ടികളൊന്നും ആരും ഇപ്പോഴത്തെ പുതിയ ജീവിത സാഹചര്യത്തിൽ ആരും തന്നെ കുന്ന് കയറാനും പാറക്കെട്ട് കയറാനും ഇപ്പോൾ അതൊക്കെ ടൂറായിട്ട് ട്രക്കിങ്ങൊക്കെ വലിയ ആൾക്കാർ പല സ്ഥലങ്ങളിലും ട്രക്കിങ്ങൊക്കെ വലിയ ബോർഡും സൈനൊക്കെ വെച്ചിട്ട് അതൊക്കെ കാശുണ്ടാക്കാനുള്ള വളരെ ടൂറിസ്റ്റുകളുടെയൊക്കെ ഒരു വലിയ പ്രക്രിയയാക്കി മാറ്റിയിട്ടുണ്ട്. ഭൂമിയുടെ ആണിക്കല്ലായിട്ടുള്ള പർവ്വതങ്ങളും പാറകളൊക്കെ ഓർക്കാനും അല്ലെങ്കിൽ അത് കാണാനൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പർവ്വത ദിനവും മറ്റ് അനുബന്ധ ഓർമ്മ ദിനങ്ങളൊക്കെ വരണമെന്നുള്ള അവസ്ഥയായി.